ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. 4-ാം ആഴ്ചയിലേക്ക് കടക്കുന്ന ബിഗ് ബോസ് സീസൺ 6-ൽ ഇതുവരെ സംഭവിച്ചതിൽ ഏറ്റവും വലിയൊരു അടിയാണ് ഇന്ന് ബിഗ് ബോസിൽ സംഭവിക്കാൻ പോകുന്നത്. റോക്കിയുടെയും സിജോൻ്റെയും കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രമേ ആ ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ആ ഒരു പ്രൊമോ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ജിൻഡോനെതിരായിട്ട് മുഴുവൻ വീട്ടുകാരെയുമാണ് അവിടെ കാണുന്നത്. എന്തോ ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് ജിൻഡോൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ റസ്മിനെതിരെയോ അല്ലെങ്കിൽ ഋഷിക്കെതിരെയോ ജാസ്മിനെതിരെയോ അല്ലെങ്കിൽ ഗബ്രിക്കെതിരെയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും നല്ല രീതിയിൽ ജിൻഡോനെതിരെ ഷൗട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനകത്തൊരു സാധ്യത എന്ന് പറയുന്നത് ഇന്നലെ ഏപ്രിൽ 1-ാം തീയതി ആയിരുന്നു. ഇന്നലെ ഏപ്രിൽ 1-ാം തീയതി ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇന്നായിരിക്കും, അതായത് ഏപ്രിൽ 2-ാം തീയതി. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി ആയിട്ട് നമ്മുടെ ഈ അൻസിബയും അതുപോലെ തന്നെ അർജുനും ശ്രീതും എല്ലാവരും കൂടി ചേർന്നൊരു പ്രാങ്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ആ ഒരു പ്രാങ്ക് ജിൻഡോനെതിരായിട്ടായിരിക്കാം. ജിൻഡോന് അത് ഇഷ്ടപ്പെടാതെ മറ്റുള്ള താരങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയി പോയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ഇഷ്യൂ ആയിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. ഇപ്പോൾ ജിൻഡോൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജിൻഡോനെ പുറത്താക്കുന്ന രീതിയിൽ വരെയും ആ ഒരു പ്രശ്നം ഉയർന്നു വന്നു എന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ജിൻഡോനെ പറ്റി പറയുമ്പോൾ ജിൻഡോ ഒരിക്കലും ഒരാളെ ആക്രമിക്കുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം ജിൻഡോ ഒരു ബോഡി ബിൽഡറാണ്. അപ്പോൾ ഒരു ബോഡി ഫിറ്റ്നസ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ക്ഷമയുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ജിൻഡോ തൻ്റെ കൈ പൊക്കി ഒരാളെ അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജിൻഡോ പോയിന്റുകൾ എടുത്തിടുന്ന സമയത്ത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആവാനായിട്ട് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയത് പോവാറുണ്ട്. എപ്പോഴും ജിൻഡോന് പറ്റുന്ന ഒരു അബദ്ധമാണ് പറയുന്ന കാര്യങ്ങളെ അത് കൺവീൻസ് ചെയ്യിക്കാനായിട്ട് ജിൻഡോന് ഇതുവരെ സാധിച്ചിട്ടില്ല. പല സാഹചര്യങ്ങളിലും ജിൻഡോനെതിരായിട്ട് മറ്റുള്ള താരങ്ങൾ നിന്നതിൻ്റെ ഏറ്റവും വലിയൊരു റീസണും ഇത് തന്നെയാണ്. പറയുന്ന കാര്യങ്ങൾ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയി പോകുന്നു. ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ 3 എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സജന ഫിറോസ് അവരുടെ കാര്യത്തിലും ആരെയും ആക്രമിച്ചിട്ടല്ല അവരെ ബിഗ് ബോസിൽ നിന്ന് ഇറക്കി വിട്ടത്. ഇതുപോലൊരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് മറ്റുള്ള താരങ്ങൾക്കെതിരായിട്ട് പറഞ്ഞിട്ടാണ്. അതുപോലൊരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ജിൻഡോ അവിടെ പറഞ്ഞതായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ജിൻഡോൻ്റെ പവർ ടീമിലെ തന്നെ അംഗമായിട്ടുള്ള റസ്മിൻ ബായൊക്കെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗബ്രി ആയാലും ജാസ്മിൻ ആയാലും ഋഷി ആയാലും ജിൻഡോനോട് നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയിലാണ് ആ ഒരു പ്രൊമോ ഒരുക്കിയിരിക്കുന്നത്. ഒരു പ്രൊമോ വീഡിയോ കണ്ട് ഡീകോഡ് ചെയ്തെടുക്കുന്നതിന് പരിമിതികളുണ്ട്. കാരണം ഒരു ഫുൾ എപ്പിസോഡ് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അവർ പ്രൊമോയിൽ ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രൊമോ കണ്ട് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. എന്തൊക്കെയായാലും ലൈവ് തുടങ്ങുമ്പോൾ നമുക്ക് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ എന്താണ് ജിൻഡോക്ക് പറ്റിയത്. എല്ലാ കുടുംബാംഗങ്ങളും ഒരുപോലെ ജിൻഡോയെ എതിർക്കാൻ മാത്രം എന്ത് തെറ്റാണ് ജിൻഡോ ചെയ്തത്. ജിൻഡോ പുറത്താകുന്ന രീതിയിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ വിശ്വസിക്കാറായിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സും ആദ്യ ആഴ്ച എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും പുറത്താകുന്നൊരു ട്രെൻഡാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ കണ്ടുവരുന്നത്. 1-ാം ആഴ്ചയിൽ രതീഷ് പുറത്തായതുപോലെ ഏറ്റവും നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു 1-ാം ആഴ്ചയിൽ നമ്മുടെ രതീഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2-3 ആഴ്ചകളിൽ ഏറ്റവും അധികം കോണ്ടന്റുകൾ ഉണ്ടാക്കിയ റോക്കി പുറത്തായതുപോലെ ഇപ്പോൾ 4-ാം ആഴ്ചയിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ജിൻഡോ തന്നെയാണ് അവിടുത്തെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത്. റോക്കിക്കും രതീഷിനും പറ്റിയ പോലെ ഒരു അബദ്ധം ജിൻഡോന് പറ്റാതിരിക്കട്ടെ. നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടി കൺവിൻസിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആവാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്. നല്ല പോയിന്റുകൾ എടുത്തിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പോവാതിരിക്കട്ടെ ബിഗ് ബോസിൽ. നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്